വലിയ പരിച്ഛേദനവും അഗ്രചർമ്മവും ഒന്നും അല്ല കാര്യം. പുതിയ സൃഷ്ടി അത്രേ കാര്യം. ആ പുതിയ സൃഷ്ടിയായ കാര്യത്തിലേക്ക് നാം കാര്യത്തിലേക്ക് കടക്കുക. ഹല്ലേലൂയ. ആ കാര്യത്തിലേക്ക് കടന്നാൽ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാൻ പറ്റും. കാര്യത്തിലേക്ക് നാം കടന്നാൽ നമുക്ക് കർത്താവിൻ്റെ കാര്യത്തിലേക്ക് കടക്കാൻ പറ്റും. അല്ല എങ്കിൽ നമ്മൾ ഈ ഇവിടുത്തെ ആ ഗ്രൂപ്പ് സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് ഇവിടുത്തെ 2 മണിക്കൂർ ആ സിസ്റ്റം 2 മണിക്കൂർ ഇതിൽ നമ്മൾ അങ്ങനെ പോകും. അങ്ങനെയല്ല, നമ്മൾ ഈ ഭൂമിയിലേക്ക് വെളിപ്പെടുകയാ. സ്വർഗം നമ്മുടെ അകത്ത് തരുന്നു, ശരീരത്തിലൂടെ വെളിപ്പെടുന്നു. ഭൂമി എന്ന് പറഞ്ഞ എക്സിറ്റ് മാത്രമാണ്, എൻട്രൻസ് അല്ല. മനുഷ്യനെ സംബന്ധിച്ച് ഇസ് ഓൺലി എക്സിറ്റ്, എൻട്രൻസ് അല്ല. ഗ്ലോറി. സ്വർഗം നമ്മുടെ എൻട്രൻസ് ആണ്, ഭൂമി നമ്മുടെ എക്സിറ്റ് ആണ്. ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എനിക്ക് എൻ്റെ പിതാവ് പറയുന്നതല്ലാതെ ഒന്നും പറയാൻ പറ്റില്ല. പിതാവ് എവിടെ പറയുന്നു? സ്വർഗത്തിൽ പറയുന്നു. ഞാൻ എവിടെ പറയുന്നു? ഭൂമിയിൽ പറയുന്നു. പിതാവ് കാണിക്കുന്നതല്ലാതെ എനിക്കൊന്നും കാണിക്കാൻ പറ്റില്ല. പിതാവ് എവിടെ കാണിക്കുന്നു? സ്വർഗത്തിൽ കാണിക്കുന്നു. ഞാൻ എവിടെ കാണിക്കുന്നു? ഭൂമിയിൽ കാണിക്കുന്നു. അതിനു മുമ്പ് നിങ്ങൾ എന്നോട് പറയുക, അത് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ പറയുന്നു, എൻ്റെ സമയം ഇതുവരെ ആയിട്ടില്ല. ഇതാണ് ദൈവത്തിൻ്റെ രാജ്യം. ദൈവത്തിൻ്റെ രാജ്യം ആരംഭിക്കുന്ന മനുഷ്യനിൽ നിന്നല്ല, സംഘടനകളിൽ നിന്നല്ല. ദൈവത്തിൻ്റെ രാജ്യം ആരംഭിക്കുന്നത് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിന്നാണ്. നമ്മൾ ജീവിക്കേണ്ടത് മനുഷ്യൻ്റെ മുമ്പിലല്ല, ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ജീവിച്ച് മനുഷ്യൻ്റെ മുമ്പിൽ വെളിപ്പെടണം. അവരാണ് ലോകത്തിൻ്റെ പ്രകാശം, അവരാണ് ഭൂമിയുടെ ഉപ്പ്. ഗ്ലോറി. ഹല്ലേലൂയ. അതുകൊണ്ട് ആഴത്തിലേക്ക് അടുത്ത സെക്ഷനുകളിൽ കർത്താവ് നമ്മളെ ഇറക്കും. നിങ്ങളിപ്പോൾ ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഇപ്പോൾ കേട്ടത്. നമ്മൾ ഭൂമി വിടാൻ പോവുക. ഗ്ലോറി. ഭൂമി വിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകാൻ പോവുക, അപ്പൻ്റെ ഹൃദയത്തിലേക്ക് പോകാൻ പോവുക, അവിടെ ജീവിക്കാൻ പോവുക. അവിടെ നമ്മൾ പുതിയ സൃഷ്ടികളാണ്. അവിടെ നമ്മൾ ആത്മാവാണ്, നമ്മുടെ അപ്പനാത്മാവാണ്, ചേട്ടനാത്മാവാണ്, ഗുരു ആത്മാവാണ്, ദാസരാത്മാവാണ്, ആത്മിക സമ്പത്താണ്, ആത്മീയ കുടുംബമാണ്, നമ്മൾ വാഴുന്ന കുടുംബമാണ്. ഗ്ലോറി. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് കണ്ണുകളടയ്ക്കാം ഒരു നിമിഷം. കേട്ട വചനത്തിൻ്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. സ്വകീയ പിതാവേ, ഡാഡി, അങ്ങ് ജീവിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളിലൂടെ പൗലോസ് പറഞ്ഞതുപോലെ, ഞാൻ ക്രൂശിക്കപ്പെട്ടു, ഞാനല്ല, ക്രിസ്തു എന്നിലൂടെ ജീവിക്കുന്നു. ഞങ്ങൾ എല്ലാവരിലൂടെയും സ്വർഗം ഭൂമിയിൽ വെളിപ്പെടുവാൻ, ക്രിസ്തു ജീവിക്കുവാൻ ഞങ്ങളെ തന്നെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അപ്പച്ച, ഈ ഇൻട്രൊഡക്ടറി സെക്ഷനിൽ അങ്ങയുടെ പ്രിയ ദാസന്മാരോട് അങ്ങ് സംസാരിച്ച വചനങ്ങൾക്കായി സ്തോത്രം. അങ്ങ് അവർക്ക് കൊടുത്ത എൻകറേജ്മെൻറ്റിനായി സ്തോത്രം. ഞങ്ങളോട് അങ്ങ് സംസാരിച്ചു, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവൻ സ്വർഗവും ഭൂമിയും കൂടെ ഒന്നാക്കുന്നവനാ. സ്വർഗത്തിലും ഭൂമിയിലുമുള്ളത് ക്രിസ്തയേശുവിൽ പിന്നെയും ഒന്നായിത്തീരേണ്ട കാലസമ്പൂർണ്ണതയിലെ വ്യവസ്ഥ. ആദത്തിൽ ഞങ്ങൾ അത് അകറ്റിക്കളഞ്ഞു. എന്നാൽ ക്രിസ്തുവിൽ അത് ഒന്നായിത്തീരുന്നു. അതിനായി ഞങ്ങളെ ഏൽപ്പിക്കുകയാണ്. ദൂതന്മാർ ആത്മമണ്ഡലത്തിൽ മാത്രം ജീവിക്കുന്നു. മൃഗങ്ങൾ, ജഡീകർ ഭൗതിക മണ്ഡലത്തിൽ മാത്രം ജീവിക്കുന്നു. എന്നാൽ ഞങ്ങളോ ആത്മമണ്ഡലത്തിലും ഭൗതിക മണ്ഡലത്തിലും ഒരുമിച്ച് ജീവിക്കുന്നു. സ്വർഗവും ഭൂമിയും ഞങ്ങളിലൂടെ ഒന്നായിത്തീരുന്നു. കർത്താവേ, ഇതൊരു തിയറിയായി മാത്രം ഞങ്ങളുടെ ജീവിതത്തിൽ അവസാനിക്കാതെ ഇത് ഞങ്ങളുടെ ജീവിതമായി തീരുവാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ. അതിനായി അങ്ങയുടെ ദാസന്മാരെ, അടിയനെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങളെങ്ങ് സഹായിക്കുന്നതിനായി നന്ദി. പ്രിയ നല്ല പിതാവേ, തുടർന്നുള്ള സെക്ഷനിലും അങ്ങയുടെ മഹാകരം ഞങ്ങൾ കാണാൻ പോകുകയായി സ്തോത്രം. എല്ലാ മഹത്വം ഞങ്ങൾ അങ്ങേക്ക് തരുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. അടുത്ത സെക്ഷൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ കയ്യിലൊരു നോട്ട് പുസ്തകവും ഒരു പേനയും ഉണ്ടാകും നല്ലതാണ്. കാരണം ഈ കാര്യങ്ങൾ നിങ്ങൾ കേട്ടാൽ ഉടനെ മറന്നുപോകും. കാരണം ഭൂമിയിലെ കാര്യങ്ങളല്ല, ഉയരത്തിലെ കാര്യങ്ങളാണ്. അപ്പോൾ ഇത് പേപ്പറിലൊരു പുസ്തകത്തിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ വാക്യം മാത്രം എഴുതി വയ്ക്കുക. നിങ്ങൾക്കത് റെഫർ ചെയ്യാം, ധ്യാനിക്കാൻ ഇടയാകും. ഈ പറയുന്നത് ആസ് ഇറ്റ് ഈസ് നിങ്ങൾ ഹൃദയത്തിൽ ഏറ്റെടുത്തിട്ട് അത് ദൈവവചനത്തിൽ ധ്യാനിച്ച്, അത് നിങ്ങൾക്കിപ്പോൾ എന്നിൽ നിന്ന് കിട്ടുന്ന സെക്കൻഡ് ഹാൻഡ് ആയിരിക്കും. നിങ്ങളത് ധ്യാനിച്ച് നിങ്ങൾക്ക് ഫസ്റ്റ് ഹാൻഡാക്കി മാറ്റുക. ഗ്ലോറി. അവിടെ അത് ദൈവശക്തിയായി തീരുവാൻ, അനേകർക്കൊരു മാറ്റം വരുവാനായിട്ട് ഇടയാകും. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.
കൂട്ടായിരിക്കട്ടെ. അടുത്ത സെക്ഷൻ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബി വിത്ത് യു. പ്രൈസ് ഗോഡ്. താങ്ക് യു വെരി മച്ച്.